JF-17 തണ്ടർ അല്ലെങ്കിൽ SC-1 ചൈനയിലെ ചെങ്ഡു എയർക്രാഫ്റ്റ് കോർപ്പറേഷനും പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും സംയുക്തമായി വികസിപ്പിച്ച ഒരു 4th ജനറേഷൻ ലൈറ്റ് വെയ്റ്റ് സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ കോമ്പാക്റ്റ് വിമാനമാണ് JF-17. ഈ വിമാനം പാകിസ്ഥാനിൽ ഇപ്പോൾ വാണിജ്യപരമായി നിർമ്മിക്കുന്നുണ്ട്. ചൈനയുടെ പിന്തുണയോടെയാണ് പാകിസ്ഥാൻ ഈ വിമാനം നിർമ്മിക്കുന്നത്. എന്നാൽ ഈ വിമാനത്തിന് വേണ്ടി ഇപ്പോൾ റഷ്യയുടെ RD-93 എഞ്ചിനുകൾ വിതരണം ചെയ്യാൻ പോവുകയാണ് റഷ്യ. പ്രധാനമായും അത് ചൈന ആവശ്യപ്പെട്ടിട്ട് കൂടിയാണ് റഷ്യ ചെയ്യുന്നത്, അല്ലാതെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടല്ല നൽകുന്നത്. ഇന്ത്യയെ പോലെ ചൈനയും റഷ്യയുടെ സഖ്യകക്ഷിയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇത്തരത്തിൽ റഷ്യൻ എഞ്ചിനുകൾ പാകിസ്ഥാനിലെത്തുമ്പോൾ ഇന്ത്യക്ക് സ്വാഭാവികമായും ഒരു ആശങ്കയുണ്ടാകും. സത്യത്തിൽ ഇത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, റഷ്യ ഇന്ത്യക്കും S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നൽകിയിട്ടുണ്ട്. ചൈനയ്ക്കും അതേ സംവിധാനം നൽകിയിട്ടുണ്ട്, തുർക്കിക്കും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു പ്രതിരോധ വ്യവസായത്തിൻ്റെ ഭാഗമാണ്. എന്തുകൊണ്ടാണ് ചൈനയ്ക്ക് S-400 നൽകിയതിനെ ഇന്ത്യ വിമർശിക്കാത്തത്? നാളെ ഒരു കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ളൊരു യുദ്ധം സംഭവിക്കുമ്പോൾ റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കാം ചിലപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ പോരാടേണ്ടി വരുന്നത്. അതിൻ്റെ അത്രയും അപകടമൊന്നുമില്ലല്ലോ ഇപ്പോഴും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ബിസിനസ്സുകളുണ്ട്, അവർക്കത് നിറവേറ്റിയേ പറ്റൂ. റഷ്യയെ നമുക്ക് സ്വാധീനിക്കാം. എങ്ങനെയാണ്? നമ്മൾ റഷ്യയിൽ നിന്ന് മാത്രം പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഇന്ത്യ എന്ന വലിയ മാർക്കറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപക്ഷെ റഷ്യ ഇന്ത്യയുടെ കൂടെ നിൽക്കും. എന്നാൽ ഇന്ത്യ ഫ്രാൻസിൽ നിന്ന് റഫേൽ വാങ്ങുന്നു, യൂറോപ്പിൽ നിന്നും മറ്റു ആയുധങ്ങൾ വാങ്ങുന്നു, അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നു. ഇങ്ങനെ അനവധി രാജ്യങ്ങളെയും കൂടി ഇന്ത്യ തങ്ങളുടെ പ്രതിരോധ പങ്കാളികളായി ഇപ്പോൾ ഉൾപ്പെടുത്തുമ്പോൾ റഷ്യക്ക് അവരുടെ ബിസിനസ് നടക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബിസിനസ്സിൻ്റെ പുറത്ത് 2 ഘടകങ്ങളാണ് ഉള്ളത്. ഒന്ന്, അവരുടെ ബിസിനസ് നടക്കണം. രണ്ടാമത്തെ കാര്യം, ഇന്ത്യയെ ഒന്ന് തന്ത്രപരമായി വളഞ്ഞു പിടിക്കുക. ഇത് തന്നെയാണ് അമേരിക്കയും ഇപ്പോൾ ഈ ഉപരോധങ്ങളിലൂടെയൊക്കെ ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് വളരെ ആഗ്രഹമുണ്ട് ഇന്ത്യയെ അവരുടെ ഒരു വലിയ സഖ്യ കക്ഷിയായിട്ട് നിലനിർത്തണമെന്ന്. എന്നാൽ ഇന്ത്യ അതുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകില്ല. ഇന്ത്യക്ക് റഷ്യ വേണം, അമേരിക്ക വേണം, അങ്ങനെ പല രാജ്യങ്ങളും ആവശ്യമുണ്ട്. ഇത്തരത്തിൽ സങ്കീർണമായിട്ടുള്ള അന്താരാഷ്ട്ര വിഷയങ്ങളിലാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ റഷ്യ അവരുടെ എഞ്ചിൻ പാകിസ്ഥാന് വിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായും നമുക്ക് ആശങ്കകൾ ഉന്നയിക്കാൻ മാത്രമേ സാധിക്കൂ, എന്നല്ലാതെ അതിൽ മറ്റൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ ഇന്ത്യ റഷ്യയുടെ ഒരു സഖ്യകക്ഷി ആയതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് റഷ്യ ഒരു ആശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത്, ഞങ്ങൾ JF-17 ഫൈറ്റർ ജെറ്റിനു വേണ്ടി RD-93 എന്ന എഞ്ചിൻ നൽകുന്നതിലൂടെ ഇന്ത്യക്ക് 2 തന്ത്രപരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് റഷ്യൻ പ്രതിരോധ വിദഗ്ധർ വെളിപ്പെടുത്തുന്നത്. JF-17 സംയോജിപ്പിക്കുന്നതിനായി പാകിസ്ഥാന് RD-93 എഞ്ചിനുകൾ വിൽക്കുന്നത് ഡൽഹിക്ക് ഗുണം ചെയ്യുമെന്ന് റഷ്യൻ പ്രതിരോധ വിദഗ്ധർ ഞായറാഴ്ച പറഞ്ഞു. ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാരിനെതിരെ ഇന്ത്യയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനം ന്യായീകരിക്കാനാവാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ തള്ളിക്കളഞ്ഞു. ഇന്ത്യയിലെ ഈ വിമർശനങ്ങൾ ന്യായീകരിക്കപ്പെടുന്നില്ലെന്ന് ഞാൻ കരുതുന്നു. JF-17 റഷ്യ എഞ്ചിനുകൾ നൽകുന്നതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് 2 തരത്തിൽ ഗുണം ചെയ്യും എന്ന് മോസ്കോ ആസ്ഥാനമായുള്ള പ്രശസ്തമായ പ്രിമാക്കോവ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ന്യൂ ചാലഞ്ചസ് ഇൻ സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ വിഭാഗത്തിൻ്റെ തലവനായ പ്യോട്ടർ ടോപ്പിക്കനോവ് PTA പറഞ്ഞു. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത്, ഒന്നാമതായി ചൈനയും പാകിസ്ഥാനും ആ വിമാനത്തിൽ ഇപ്പോഴും റഷ്യൻ നിർമ്മിത എഞ്ചിനുകൾ മാത്രമാണ് സംയോജിപ്പിക്കുന്നത്. അതായത് മറ്റൊരു രാജ്യത്തിൻ്റെയും എഞ്ചിനുകൾ ഇതുവരെയും മാറ്റിസ്ഥാപിക്കാൻ, റഷ്യൻ എഞ്ചിന് പകരമായി മാറ്റിസ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രധാനമായും ഉള്ളൊരു കാര്യം, ഈ ജെറ്റ് എഞ്ചിനുകൾ, ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകളൊക്കെ വികസിപ്പിക്കുന്ന രാജ്യങ്ങൾ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളാണ്. അതിൽ കൂടുതലായും യൂറോപ്പും അമേരിക്കയുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ റഷ്യയാണ്. ചൈന പല കാര്യങ്ങളും വികസിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വിമാന എഞ്ചിനുകൾ വികസിപ്പിക്കുന്നതിൽ പ്രായോഗികമായ ചില തടസ്സങ്ങൾ നേരിടുന്ന രാജ്യമാണ്. അവർക്ക് ഇതുവരെ സ്വന്തമായി ഒരു കിടയറ്റ ഒരു എഞ്ചിൻ നിർമ്മിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയെപ്പോലെ ചൈനയും അക്കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ടുകയാണ്. ചൈനയുടെ വിമാനങ്ങൾക്കെല്ലാം തന്നെ റഷ്യൻ എഞ്ചിനുകളാണ് വിതരണം ചെയ്യുന്നത്. ചൈനയ്ക്ക് യൂറോപ്പോ അമേരിക്കയോ എഞ്ചിനുകൾ നൽകാറില്ല. അതിൻ്റെ കാരണം നമുക്കറിയാമല്ലോ. ചൈനയുമായി ഈ രാജ്യങ്ങളും ചൈനയുമായി
അത്ര നല്ല ബന്ധത്തിലല്ല. അവരുടെയൊക്കെ സ്വാഭാവികമായ ഒരു എതിരാളിയാണ് ചൈന. അതുകൊണ്ട് ചൈനയ്ക്ക് അവർ ഒരിക്കലും ആയുധങ്ങൾ നൽകില്ല. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യൻ എഞ്ചിൻ മാത്രമാണ് ഇവർ ഇത്രയും കാലമായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിചയമുള്ള ഒരു എഞ്ചിൻ അവരുടെ വിമാനങ്ങളിൽ ഘടിപ്പിക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് തന്ത്രപരമായ ഗുണം ലഭിക്കുമെന്നാണ് ടോപ്പിച്ചനോവ് പറയുന്നത്. രണ്ടാമതായി ഇത്തരം എഞ്ചിനുകൾ വെക്കുന്നതിലൂടെ ഉണ്ടാക്കുന്ന ഈ പുതിയ വിമാനങ്ങൾ ഇന്ത്യക്ക് പരിചിതവും പ്രവചിക്കാവുന്നതുമായിരിക്കും. പ്രത്യേകിച്ച് അവർ ഒരേ എഞ്ചിൻ പങ്കിടുന്നതിനാലും 2025 മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് JF-17 ഫൈറ്റർ ജെറ്റിൻ്റെ പ്രവർത്തനങ്ങളെ ഇന്ത്യ നിരീക്ഷിച്ചതിനാലുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ ഗുണങ്ങൾ കിട്ടുന്നത്. ചൈന തങ്ങളുടെ FC-17 ജെറ്റിന് RD-93 എഞ്ചിനുകൾ നൽകാൻ റഷ്യയോട് അഭ്യർത്ഥിച്ചിരുന്നതായും അത് പാകിസ്ഥാനിലേക്ക് മാറ്റാനുള്ള സാധ്യത, ഈ എഞ്ചിനുകളെല്ലാം തന്നെ പാകിസ്ഥാനിലേക്ക് എത്താനുള്ള സാധ്യത പ്രധാനമന്ത്രിമാരായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയുടെയും മൻമോഹൻ സിംഗിൻ്റെയും കാലത്ത് NDA UPA സർക്കാരുകൾ ചൂണ്ടിക്കാണിച്ചിരുന്നതായും ഈ ടോപ്ചനോവ് അനുസ്മരിച്ചു. എന്നിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അവ്യക്തമായെങ്കിലും ഓർക്കുന്നുണ്ടെന്ന് പേര് പറയാൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വിദഗ്ധൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് സാങ്കേതികവിദ്യ കൈമാറ്റം കൂടാതെ RD-93 കരാർ പൂർണ്ണമായും വാണിജ്യപരമാണെന്നാണ് പറയുന്നത്. മോസ്കോ ന്യൂഡൽഹിയെ അത്തരത്തിൽ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അതേസമയം ഈ സാങ്കേതികവിദ്യ കൈമാറ്റ പ്രകാരം വളരെ മികച്ച RD-33 എഞ്ചിനുകൾക്കുള്ള ലൈസൻസ് ഇന്ത്യക്ക് ലഭിച്ചു. ക്ലിമോ പ്ലാന്റ് നിർമ്മിക്കുന്ന RD-93 അതാണ് ഇപ്പോൾ ഈ പാകിസ്ഥാന് കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന RD-33 എഞ്ചിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ, അതായത് ഇന്ത്യക്ക് ലൈസൻസ് ലഭിച്ച RD-33 എഞ്ചിനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതൽ ത്രസ്റ്റ് ഉണ്ട്, പക്ഷേ സേവനായുസ് കുറവാണ്. RD-93ക്ക് 2200 മണിക്കൂർ സേവനായുസ് മാത്രമേ ഉള്ളൂ. പക്ഷേ RD-33കൾക്ക് 4000 മണിക്കൂറാണ്. ഒരു ത്രികക്ഷി റഷ്യ ചൈന പാകിസ്ഥാൻ കരാർ പ്രകാരം 2000ൻ്റെ തുടക്കം മുതൽ റഷ്യ പൂർണ്ണമായും അസംബിൾ ചെയ്ത RD-93 എഞ്ചിനുകൾ വിതരണം ചെയ്തു വരുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ പരിഷ്കരിച്ച ഒരു പതിപ്പ് ലക്ഷ്യമിടുന്നു. അത് ഇതുവരെ വികസിപ്പിച്ചിട്ടില്ല. ഈ എഞ്ചിൻ വിൽപ്പനയെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു അറിയിപ്പും ഇന്ത്യക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു കാലത്ത് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയവും തന്ത്രപരവുമായ സഖ്യകക്ഷിയായിരുന്നു റഷ്യ. ചൈനീസ് നിർമ്മിത JF-17 യുദ്ധവിമാനങ്ങളുടെ എഞ്ചിനുകൾ നൽകി പാകിസ്ഥാന് സൈനിക പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇന്ത്യൻ സർക്കാർ ഉത്തരം നൽകണമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ശനിയാഴ്ച ആവശ്യപ്പെട്ടിരുന്നു. പാകിസ്ഥാന് JF-17 ജെറ്റ് എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതിൽ റഷ്യ മുന്നോട്ട് പോകുന്നുവെന്ന റിപ്പോർട്ടുകളെ BJP തെറ്റായ വിവരമാണെന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യക്ക് പകരം ശത്രുപക്ഷം തിരഞ്ഞെടുത്തുവെന്ന് ആരോപിച്ച് സോഷ്യൽ മീഡിയയിൽ വിഷയം ഉന്നയിച്ചതിന് കോൺഗ്രസിനെ വിമർശിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ പ്രകാരം പാകിസ്ഥാനുമായി അത്തരമൊരു സഹകരണം ഇല്ലെന്നും ഫൈറ്റർ ജെറ്റ് എഞ്ചിനുകൾ വിതരണം ചെയ്യാനുള്ള പദ്ധതികൾ റഷ്യ നിഷേധിച്ചതുമായും ചില റിപ്പോർട്ടുകളുണ്ട്. അത്തരം അവകാശവാദങ്ങൾ യുക്തിരഹിതമാണെന്നാണ് റഷ്യ പറയുന്നത്. ഒരു റഷ്യൻ സ്രോതസ്സിനെ ഉദ്ധരിച്ച് പാകിസ്ഥാന് RD-93 എഞ്ചിനുകൾ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മോസ്കോ സ്ഥിരീകരിച്ചുവെന്ന റിപ്പോർട്ടുകൾ റഷ്യ തള്ളിക്കളഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. അത്തരമൊരു സംഭവത്തിന് സ്ഥിരീകരണമില്ല. ഇന്ത്യക്ക് വലിയ അസ്വസ്ഥത തോന്നുന്ന തരത്തിൽ പാകിസ്ഥാനുമായി ഇത്രയും വലിയ സഹകരണങ്ങൾ വേണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്.